വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, കുട്ടികളിൽ ശാസ്ത്ര അഭിരുചി വളർത്തിയെടുക്കുവാനും ശാസ്ത്രീയ മനോഭാവം സൃഷ്ടിക്കുവാനും അതോടൊപ്പം ഗവേഷണ കൗതുകം സൃഷ്ടിക്കുവാനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം എല്ലാ വർഷവും ശാസ്ത്രമേളകൾ സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഈ വർഷം സാധാരണ പോലെ ഒരു ശാസ്ത്രമേള സംഘടിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ ശാസ്ത്രമേളയ്ക്ക് നാം അവധി കൊടുക്കുന്നില്ല. പകരം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ശാസ്ത്രമേള സംഘടിപ്പിക്കാനാണ് ഈ തവണ നാം ആലോചിക്കുന്നത്. അങ്ങനെ പുതിയ തരത്തിൽ ശാസ്ത്രമേള സംഘടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് മാത്രം സാധിക്കുന്ന ചില മഹത്തായ ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കുട്ടികൾ പലതും കണ്ടെത്തുന്നു, ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നു. ആ തരത്തിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ അവർക്ക് കഴിയുന്നു എന്നതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ആ തരത്തിൽ നാം ഭീഷണികളെ അവസരമാക്കി മാറ്റുക എന്ന തരത്തിലാണ് ഇതെല്ലാം നാം ആലോചിക്കുന്നത്. ആ തരത്തിൽ ആലോചിക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ ക്ലബ്ബ് ഭാരവാഹികൾക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകർക്കും കഴിഞ്ഞ മഹത്തായ കാര്യം. എല്ലാവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെയും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന രക്ഷിതാക്കളെയും അധ്യാപകരെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എൻ്റെ പേര് ഒമർ ഫാരിസ്. ഞാൻ GHSS MCC 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഓൺലൈൻ ശാസ്ത്രമേളയുടെ ഭാഗമായിട്ട് ഒരു ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് മോഡലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ദ ഡീറ്റെയിൽസ്. ഞാനൊരു 240/12 വോൾട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും 12/24 വോൾട്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വർക്കിംഗ് മോഡൽ. അപ്പോൾ നമുക്ക് നമ്മുടെ മോഡൽ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ സപ്ലൈ. ഇത് 240 വോൾട്ട് ആണ്. അടുത്തത് ഒരു ട്രാൻസ്ഫോമർ ആണ്. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഈ ട്രാൻസ്ഫോമർ 240 വോൾട്ടിനെ 12 വോൾട്ട് ആക്കി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. ഇതിന്റെ പവർ റേറ്റിംഗ് 300 VA ആണ്. ഈ ട്രാൻസ്ഫോമർ നമ്മൾ വൈൻഡ് ചെയ്തിട്ടുള്ളത് N1 576 ടേൺസും N2 29 ടേൺസുമായിട്ടാണ്. അടുത്തത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അത് ഈ 12 വോൾട്ടിനെ 24 വോൾട്ട് ആക്കി സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. ഈ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് 24 വോൾട്ട് 21 വാട്ടിൻ്റെ ബൾബാണ് ലോഡായി കൊടുത്തിട്ടുള്ളത്. ഇതിനർത്ഥം ഈ 240 വോൾട്ട് AC-യെ 12 വോൾട്ട് ആക്കിയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. അതിനുശേഷം 12 വോൾട്ടിനെ 24 വോൾട്ട് ആക്കി സ്റ്റെപ്പ് അപ്പ് ചെയ്തു. പിന്നെ 24 വോൾട്ടിൻ്റെ ലോഡ്, അതായത് ബൾബിനെ നമ്മൾ കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ സപ്ലൈ ഓൺ ആക്കുകയാണ്. 240 വോൾട്ട് AC-ന്റെ സപ്ലൈ കൊണ്ട് ഞാൻ 24 വോൾട്ടിന്റെ ബൾബ് കത്തിക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ ബൾബ്. സപ്ലൈ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഏകദേശം 240 വോൾട്ട് ഉണ്ട്. ഈ 240 വോൾട്ടിനെ ഈ ട്രാൻസ്ഫോർമർ 12 വോൾട്ട് ആക്കി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ മൾട്ടിമീറ്ററിൽ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഈ 12 വോൾട്ട് 24 വോൾട്ടായി സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 24 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വർക്കിംഗ് മോഡൽ. ഇത് ഒരു ട്രാൻസ്ഫോമർ യാർഡ് പോലെയാണ്. ഇതിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. ഞാൻ 10G പഠിക്കുന്നു. ഇന്ന് ശാസ്ത്രമേളയ്ക്കാണ് ഉണ്ടാക്കിയത്. റോബോട്ടിക് ആമാണ് ഇത്. കാർബോർഡും, ഇത് മെയിൻ ആവശ്യം കാർബോർഡും പൈപ്പും സിറിഞ്ചുമാണ്. പിന്നെ ഇനി ഇതെങ്ങനെ വർക്കാവുമെന്ന് നോക്കാം.
പരിചയപ്പെടുത്താൻ പോകുന്നത് ഓട്ടോമാറ്റിക് ലൈൻ സെൻസറാണ്. ഞാൻ ഉപയോഗിച്ച ഭാഗങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഉപയോഗിച്ചത് SMD, ഡയോഡ്, റെസിസ്റ്റർ, BC 557 ഒരു ട്രാൻസിസ്റ്റർ, ഒരു സെൻസർ, പിന്നെ 9 വോട്ട്സ് ബൾബും, പിന്നെ ഒരു ബൾബ് കൺട്രോൾ വയറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് നമുക്ക് വീട്ടിൽ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സിസ്റ്റമാണ്. ഇപ്പോൾ രാത്രി വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പകൽ സമയത്ത് ഇത് ഓണാക്കി വെച്ചാൽ മതി. ഗുഡ് മോർണിംഗ്, ഐ എം ദേവനന്ദ ഫ്രം 9th H. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ള ഒരു സിമ്പിൾ പെൻഡുലാണ്. ഇതിനായിട്ട് മാസ് ഇല്ലാത്തൊരു നൂലിൻ്റെ അടിയിൽ ഞാൻ നിശ്ചിത മാസുള്ള ഒരു ബോളാണ് കെട്ടിയിരിക്കുന്നത്. ഈ ബോൾ ഫ്രീ ആയിട്ട് ചലിക്കുന്ന രീതിയിലായിരിക്കണം. ഇതിനാണ് സിമ്പിൾ പെൻഡുൽ എന്ന് പറയുന്നത്. ഈ ഒരു നൂലിൻ്റെ നീളം എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അത് ഞാൻ ടൈം പീരീഡ് വെച്ച് കണ്ടുപിടിച്ചത് 0.776 സെക്കൻഡ് ആണ്. ഈ ടൈം പീരീഡ് വെച്ച് തന്നെ ഗുരുത്വാകർഷണ ത്വരണം, അതായത് G കണ്ടുപിടിച്ചു. ഇത് 9.8006 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഹായ് ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്, ഞാൻ ഉണ്ടാക്കിയത് ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീനാണ്. അപ്പം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് തുറന്നിട്ട് ഈ സാനിറ്റൈസർ ഫിൽ ചെയ്തുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യണം. പ്ലഗിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു യെല്ലോ ഇൻഡിക്കേറ്റർ കത്തും. ഇത് ഇവിടെ കൈ വെച്ചാൽ സാനിറ്റൈസർ വരുന്നതാണ്. കൈ എടുത്താൽ ഓഫാകും. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ബബിൾ മേക്കിംഗ് മെഷീനാണ്. ഇതിനാവശ്യമായ സാമഗ്രികൾ ഒരു കുപ്പി, 2 മിനി മോട്ടർ, ഒരു ഡിസ്ക്, 2 സ്വിച്ച്, പിന്നെ 1.5 വോൾട്ടിൻ്റെ 2 ബാറ്ററി, 1.2 വോൾട്ടിൻ്റെ 2 ബാറ്ററി. ജസ്റ്റ് ഞാനൊരു സെല്ല് ഇതിൻ്റെ ഉൾഭാഗം ഇവിടെ ജസ്റ്റ് ഒരു ബൾബ് വെച്ചു. ഇത് പല നിറാവും. ഇതാ ഇവിടെ സെല്ല്, ഇത് ബാറ്ററി, ഇതാ ഇവിടെ ഒരു ബാറ്ററി, സ്വിച്ച്. I am Adityan Pia, 8th G. Today I am introducing circulatory system of heart. The materials used for these experiments are drip pipe, PVC pipe caps, thread yarn, balloons, big and small, medical cyocare board, gum, and some tools. When we use this valve for when we blow the air, it passes through the air. When we suck it, the air stops due to contraction. It cannot let the air to pass. It works like this. Respected teachers and my dear friends, a warm welcome to the presentation of the topic wireless transmission of electrical energy. Myself Adityan CP from 10th E. The working of this is without any other wires or without physical contact. I will show you how it will work. Here we have a primary coil and a secondary coil. When the primary coil moves backward, the bulb will glow, and when the secondary coil moves forward, the bulb will off. Here the working principle is mutual inductance, and
I used a 9 volt battery, a transistor, and a resistor, and 2 coils. And that's all. This is wireless transmission of electrical energy. Thank you. Respected teachers and my dear friends, I am Adit KV, studying in 9th standard. Today I am showing an amazing working model of legs. This is the working model of legs. For it making, I insert straw, cellotape and balloons. The upward of the straw is known as trachea, and this is the bronchus, and this is the two lungs, and this is the diaphragm. During the inhalation, the lungs contract each other and the diaphragm upward. During the exhalation, the lungs enlarge and the diaphragm moves down. When the diaphragm moves down, the lungs enlarge. When we upward the diaphragm, the lungs contract. You can see the working model of lungs. Newton's cradle. A cradle that best follows the simple solution needs to have an initial separation between the balls that measures at least twice the amount that any one ball compresses, but most do not. ഈ ബസ് നിർമ്മിക്കാൻ ഞാൻ എടുത്തത് കാർഡ്ബോർഡാണ്. ഇതിൻ്റെ പെയിൻറ് ഞാൻ ഇനാമൽ പെയിൻ്റാണ് ഉപയോഗിച്ചത്. ഡിസൈനിന് വേണ്ടി അക്രലിക് പെയിൻറ്റും. മുന്നിലായിട്ട് ഞാൻ 2 LED ലൈറ്റാണ് കൊടുത്തത്. പിന്നെ ഉള്ളിൽ 2 LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്.
നമസ്കാരം, എൻ്റെ പേര് ആദർശ് പി. ഞാൻ GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ 9C പഠിക്കുന്നു. നിങ്ങളിപ്പോൾ കണ്ടത് നേറ്റീവ് അമേരിക്കൻസ് അഥവാ റെഡ് ഇന്ത്യൻ. അതിൽ പ്യൂബ്ലോ ജനത അവരുടെ വാസ്തുതലം തെക്കു പടിഞ്ഞാറ് US-ലെ വടക്കേ അമേരിക്കൻ ഇന്ത്യൻ വാസ്തുതലം, പ്രത്യേകിച്ചും പ്യൂബ്ലോ ജനത നിർമ്മിച്ച മൾട്ടി സ്റ്റോർഡ് അഡോബ് വീടുകൾ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയത് പ്യൂബ്ലോവൻസിൻ്റെ അഡോബ് വീടുകളാണ്. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു തെർമോകോൾ പ്ലെയിൻ ആണ്. സൈഡ് കളിക്കും വർക്ക് ചെയ്തോ? എൻ്റെ പേര് ഗീത. ഞാനിവിടെ പക്ഷിമാറ്റത്തിൻ്റെ വിനാശം എന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചെറിയ സ്റ്റിൽ മോഡലാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടാക്കിയത് താപ്തി മുതൽ കന്യാകുമാരി വരെ നീണ്ടുകൊടുന്ന ഒരു വലിയ മലനിരകളാണ് പക്ഷിമാറ്റം. കേരളത്തിൻ്റെ കാലാവസ്ഥ പ്രധാനമായും നിയന്ത്രിക്കുന്നതും ഈ പക്ഷിമാറ്റ മലനിരകളാണ്. അതുപോലെ തന്നെ ധാരാളം നദികളും ഉത്ഭവിക്കുന്നത് ഈ പക്ഷിമാറ്റ മലനിരകളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ മലകളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. ഒരുപാട് പ്രശ്നം നമ്മൾ നേരിടേണ്ടി. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് തന്നെ ഉള്ളത് ഇവിടെ നമുക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് മലകൾ തരുന്നതുകൊണ്ട് അവിടെ JCB കൊണ്ട് മണ്ണ് മാന്തി എടുക്കുന്നതാണ് കാണിച്ചത്. പിന്നെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഉള്ളത് കരിങ്കൽ ഖനനം ചെയ്തെടുത്തതാണ് കാണുന്നത്. പിന്നെ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ പ്രളയം, ഉരുൾപൊട്ടൽ, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതിൽ ഉരുൾപൊട്ടലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പക്ഷിമാറ്റത്തെ നശിപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഈ കരിങ്കൽ ഖനനം ഒഴിവാക്കിയും പരിമിതപ്പെടുത്തിയും അതുപോലെ തന്നെ മരങ്ങൾ നട്ടു വളർത്തിയും നദികളെ സംരക്ഷിച്ചും നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കാം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കരുത്. Good morning. I'm Adarsh. I'm studying in 8th. This is sustainable agriculture. Sustainable agriculture means the waste of plants is used as fertilizer for another things. ഇതാണ് ഫാർമറുടെ വീട്. ഇത് ഡക്ക് ഷെഡ്, ഇത് കവിന്റെ ഷെഡാണ്. ഇത് ബയോഗ്യാസ്, പിന്നെ ഇത് ബയോഗ്യാസിൽ നിന്ന് വരുന്ന വേസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന കണ്ടെയ്നർ, പിന്നെ ഇത് പാഡി ഫീൽഡ്. ഈ പാഡി ഫീൽഡിൽ നിന്ന് പുല്ല് നമുക്ക് ഈ പശുവിന് കൊടുക്കാം. ഈ പശുവിൽ നിന്നും കിട്ടുന്ന ചാണകം നമുക്ക് ഈ പാഡി ഫീൽഡിലേക്ക് ഉപയോഗിക്കാം. ചാണകം നല്ലൊരു വളമായതുകൊണ്ട് നമുക്കത് വരുമാന മാർഗമായിട്ടും ഉപയോഗിക്കാം. അത് ബയോഗ്യാസിലും ഉപയോഗിക്കാം. പാല് വീടുകളിൽ ഉപയോഗിക്കാം. പാല് അതും ഒരു വരുമാന മാർഗമാണ്. താറാവിനെ വളർത്തുന്നതിന് പറയുന്നത് പോൾട്രി ഫാമിംഗ് എന്നാണ്. താറാവിന്റെ കൂട് വെള്ളത്തിൽ വെക്കാനുള്ള കാരണം താറാവിൽ നിന്നും വരുന്ന വേസ്റ്റ് വെള്ളത്തിനടിയിൽ പോയി വെള്ളത്തിൽ അടിയിലുള്ള അക്വാട്ടിക് പ്ലാന്റ്സിന് വളമായി ലഭിക്കും. വീട്ടിൽ നിന്നും കിട്ടുന്ന കിച്ചൺ വേസ്റ്റ് നമുക്ക് ഈ താറാവിന് ഭക്ഷണമായിട്ടും കൊടുക്കാം. താറാവിൽ നിന്നും കിട്ടുന്ന മുട്ട നമുക്ക് വരുമാന മാർഗമായി ഉപയോഗിക്കാം. താങ്ക് യു. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റിലൂടെ ബേക്കിംഗ് സോഡയും പഞ്ചസാരപ്പൊടിയും മിക്സ് ചെയ്ത് കത്തിക്കുമ്പോഴുള്ള രാസപ്രവർത്തനം നിരീക്ഷിക്കാം. ഒരു ഗ്ലാസ്സിൽ 4:1 റേഷ്യോയിൽ പഞ്ചസാരപ്പൊടിയും ബേക്കിംഗ് സോഡയും നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു പാത്രത്തിൽ മണൽ നിറച്ച് മണ്ണെണ്ണ ഒഴിച്ച് എടുക്കുക. എന്നിട്ട് ഈ മിശ്രിതം ഇടുക. ഇത് കത്തിക്കുക.
ഇത് ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ ബേക്കിംഗ് സോഡ സോഡിയം കാർബണേറ്റും വെള്ളവും കാർബൺ ഡയോക്സൈഡും ആയി മാറുന്നു. ഷുഗർ കത്തുമ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു. ഈ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരുമ്പോൾ ഉള്ള മർദ്ദം മൂലമാണ് ചാരം പൊങ്ങി വരുന്നത്. ഈ എക്സ്പെരിമെന്റിനെ ഷുഗർ സ്നേക്ക് എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുന്നു. ഈ മിക്സ്ചർ കത്തി കഴിയുമ്പോൾ ചാരം പൊങ്ങി വരുന്നത് കാണുന്നില്ലേ? ഇതാണ് ഈ രാസപ്രവർത്തനത്തിൽ നടക്കുന്നത്. ഞാനിവിടെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ചുള്ള എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുകയാണ്. അതിനാദ്യമായി ഒരു കുപ്പിയിൽ വിനാഗിരി ഇടും. ഈ ബലൂണിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ബലൂണ് വീർത്ത് വരുന്നത് കാണുന്നില്ലേ? ഈ കെമിക്കൽ റിയാക്ഷനിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് മൂലമാണ് ബലൂൺ വീർക്കുന്നത്. ഇതാണ് ഈ രാസപ്രവർത്തനത്തിൽ നടക്കുന്നത്. ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ നിശ്ചല ജലത്തുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് ചെയ്യുന്നത്. ഈ പരീക്ഷണത്തിന് ആവശ്യമായ സാമഗ്രികൾ ഒരു മിനുസമുള്ള ഒരു പേപ്പർ, പിന്നെ ഒരു റഫ് പേപ്പർ, പരുപരത്തൊരു പേപ്പർ, പിന്നെ ഒരു ബോട്ടിൽ വെള്ളം. ഈ ബോട്ടിലെ വെള്ളത്തിന് നിറം നൽകാൻ വേണ്ടി അല്പം ഫുഡ് കളർ. നമുക്ക് ഈ ബോട്ടിലേക്ക് ഈ ഫുഡ് കളർ ചേർക്കാം. മാരകമായ രാസവസ്തുക്കൾ ചേർത്താണ് ഈ ഫുഡ് കളർ ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിയുന്നതും ഫുഡ് കളർ ആഹാര പദാർത്ഥങ്ങൾ ചേർക്കാതിരിക്കുക. എന്നാൽ നമുക്ക് പരീക്ഷണത്തിലേക്ക് കിടക്കാം. ഞാൻ ഈ മിനുസമുള്ള പേപ്പറിലേക്ക് ബോട്ടിൽ വെക്കുന്നു. എന്താണ് ഈ ബോട്ടിൽ വീഴാതിരിക്കാൻ കാരണം? അതായത് ഈ ബോട്ടിൽ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത കാണിക്കുന്നു. അതുകൊണ്ടാണ് ഈ ബോട്ടിൽ മറിഞ്ഞു വീഴാതിരുന്നത്. നമ്മൾക്ക് ഇതേ പരീക്ഷണം തന്നെ ഒരു മിനുസമില്ലാത്ത പേപ്പറിൽ വെച്ച് ചെയ്ത് നോക്കാം. എന്താണ് ഈ ബോട്ടിൽ മറിഞ്ഞു വീഴാൻ കാരണം? അതായത് ഞാൻ ഈ റഫ് പേപ്പറിലാണ് ഈ ബോട്ടിൽ വെച്ചത്. ഈ ബോട്ടിലിന്റെ അടിവശത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഞാൻ ഈ പേപ്പർ വലിക്കുമ്പോൾ ഈ ബോട്ടിൽ പേപ്പറിന്റെ കൂടെ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗം നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത കാണിക്കുന്നു. അതുകൊണ്ടാണ് ഈ ബോട്ടിൽ മറിഞ്ഞു വീണത്. ഒരു വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത കാണിക്കുന്നതിന്റെ പേരാണ് നിശ്ചല ജഡത്വം, അതായത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഹായ് ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്, ഞാൻ ഇവിടെ ഒരു പരീക്ഷണമാണ് ചെയ്യുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ ഗ്ലാസും കുറച്ച് വെള്ളവും, പ്ലേറ്റ്, ബോള്, മേസൺ പൈപ്പ്. ആദ്യം പ്ലേറ്റിലേക്ക് കുറച്ച് വെള്ളം പാരുക. അതിനുശേഷം ബോളും മേസൺ പൈപ്പും ഇതിലിടുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഗ്ലാസ്സിലുള്ള ബോള് ഗ്ലാസിൻ്റെ മുകളിൽ എത്തിക്കുന്നതാണ്. ഇതിനായ കാരണം നമ്മൾ ഈ ഗ്ലാസ്സിലെ വായു വലിക്കുമ്പോൾ വെള്ളവും ബോളും മുകളിലേക്ക് കയറി വരുന്നു. Materials used in this science experiment is ice cubes, woolen thread, plate and salt. First take the ice cubes in a plate. Keep the woolen thread above the ice cube. Sprinkle some salt above the ice cube. Wait for 30 seconds to 1 minute. Take the thread. You can see the thread got attached to ice.
You probably wonder why it happens only when you sprinkle salt over the ice cube and string. When you sprinkle salt over ice, it dissolves in the thin layer of water above the ice. Because salt water freezes at a lower temperature than pure water, adding the salt makes some ice melt and absorb heat in the process. The area just around it thereby cools and freezes water molecules to the ice cube, also freezing the charring on. Without the salt, the water and ice are both at the same temperature and the string does not freeze to the ice. ഹായ്, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഉപ്പുവെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മുട്ടയെക്കുറിച്ചുള്ള ഒരു പരീക്ഷണം. ആദ്യം നമുക്ക് ആവശ്യമായ സാധനങ്ങളിലേക്ക് കിടക്കാം. ഒരു ഗ്ലാസ്, അതിൽ കുറച്ച് വെള്ളം, പിന്നെ ഒരു സ്പൂണ്, പിന്നെ കുറച്ച് ഉപ്പ്, ഒരു കോഴിമുട്ട. ഇതാണ് ഈ പരീക്ഷണത്തിനായി ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് പരീക്ഷണത്തിലേക്ക് പോകാം. ഈ വെള്ളത്തിലേക്ക് മുട്ട ഇടുക. ഇപ്പോൾ കണ്ടല്ലോ, മുട്ട വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഇതൊന്ന് നല്ലവണ്ണം കലക്കാം. ഇപ്പോൾ നമുക്ക് കാണാം, മുട്ട വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വന്നിരിക്കുന്നു. ഇതിൻ്റെ കാരണം ആദ്യം മുട്ടയേക്കാൾ വെള്ളത്തിൻ്റെ സാന്ദ്രത കുറവായിരുന്നു. നമ്മൾ ഉപ്പിട്ടപ്പോൾ വെള്ളത്തിൻ്റെ സാന്ദ്രത മുട്ടയേക്കാൾ കൂടി. മുട്ടയേക്കാൾ വെള്ളത്തിൻ്റെ സാന്ദ്രത കൂടിയപ്പോൾ മുട്ട വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വന്നു. Good morning. What I am going to do is a science experiment. It's called bouncing egg. Let's see what happens when vinegar reacts with the egg. Items for experimentation: vinegar or acetic acid, egg, and glass. First we can take a glass and then we can put egg into that glass. And then we can pour vinegar into it. So, if we want this egg to be bouncing egg, we have to put it in vinegar for 2 days. Then our bouncing egg is ready for the second day. Then we can take our bouncing egg and wash it in water. The shell of an egg is made of calcium carbonate. When the egg is placed into the vinegar, you see bubbles, which is the chemical reaction of the acid within the vinegar reacting with the calcium carbonate of the eggshell to produce carbon dioxide. When the vinegar reacts with the egg, we get carbon dioxide. ഞാൻ DRK 8Kയിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയത് വാട്ടർ ഡിസ്പെൻസർ ആണ്. മൂടി തുറക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് പ്രവേശിക്കുന്നു. മൂടി അടയ്ക്കുമ്പോൾ വെള്ളം നിൽക്കുന്നു. ജീവനെ സംരക്ഷിക്കൂ, ജലത്തെ ലാഭിക്കൂ. I'm Abhijit Takki of class 8C. Welcome to my science experiment. How to extract the DNA.
take a glass of salt solution, keep in our mouth for 2 seconds, then spit into this glass. I will show you. Then I take 2-3 drops of soap solution. That's enough. Then I take the alcohol. It is hand sanitizer because I don't have alcohol. I'm taking hand sanitizer because it contains 70% of alcohol. Then I will tell what happened in here. This is a salt solution. When we take a glass of salt solution into our mouth, inside our mouth there's a small and soft tissues that will mix with the salt solution, and when I spit into this glass, it will get in this glass. Then I take soap because this is our nucleus. This is our cell membrane. It's contained, this covered with fat. For removing the fat, we pour 2 or 3 drops of soap solution. Then I take alcohol contained sanitizer because hope you all know this is our cell, and inside the cell there is a nucleus. In that nucleus there is the DNA. Inside the nucleus, to remove this both and separate the nucleus, I pour alcohol. Now look, it is forming. You can see one fungi like things in these edges, like forming in these edges. My hand goes, it will see carefully. I will take into this glass. It's not getting. This is just one fat like thing is formed. That's the DNA. Here. This is one layer of gas. Something is formed here. You can see. That is our DNA.